ഫ്രണ്ട്സ്, നമ്മുടെ ISROയുടെ കീഴിലുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്ന VSSCയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് BA or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ്, മറ്റു ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് വീഡിയോ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ ഒന്ന് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾക്ക് നമ്മുടെ മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിൽ നമ്മുടെ ചാനലിൽ ആ ഒരു കമൻറ്റ് സെക്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഇപ്പം റിസൾട്ട്, അഡ്മിറ്റ് കാർഡൊക്കെ വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തോളണമെന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ വെബ്സൈറ്റ് വഴി നമ്മൾ ജസ്റ്റ് ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെബ്സൈറ്റിലും കയറി റീസെൻ്റ് ആയിട്ടുള്ള വേക്കൻസി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ചാനലിൽ ഹോം പേജിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ സെലക്ട് ചെയ്യാൻ, നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്കൂടെ കാണാം, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ നിങ്ങൾക്കൂടെ കാണാം. 1/5/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ്. ഒരിക്കലും ഇതൊരു ജോലിയല്ല. അപ്പോൾ എന്താണ് അപ്രൻറ്റീഷിപ്പ് പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളൊരു കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഗവൺമെൻറ് നമുക്ക് തരുന്ന ഒരു ട്രെയിനിങ് ആണ് ശരിക്കും. ഇപ്പം നമുക്ക് ജീവിതകാലത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു ലൈഫ് ടൈമിൽ നമുക്ക് ഈ പറയുന്ന VSSCയിലൊക്കെ നമുക്ക് എന്താണ് ഒരു ട്രെയിനിങ് ലഭിക്കുക എന്ന് പറയുന്നത് വേറൊരു ഓപ്ഷനൊന്നുമില്ല. ഓക്കെ, അതൊക്കെ ഈ പറയുന്ന രീതിയിലാണ് നമുക്ക് നിശ്ചിതമായിട്ടുള്ള അതിൻ്റെ ചില ക്രൈറ്റീരിയകളുണ്ട്. അത് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എലിജിബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്കൊരു അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഒരു VSSCയിലൊക്കെ പോയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താണ് നമ്മുടെ സ്കില്ല് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. അത് മാത്രമല്ല, ഇപ്പോൾ റെയിൽവേൻ്റെ ഒക്കെ അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ചെയ്യുക. കാരണം റെയിൽവേയിലൊക്കെ ഗ്രൂപ്പ് ഡിക്ക് 20% എന്താണ് വാക്കൻസിയുടെ 20% എന്താണ് ഈ പറയുന്ന പ്രിഫറൻസ് കൊടുക്കുന്നുണ്ട്, വെയിറ്റേജ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഗ്രൂപ്പ് ഡി സെലക്ഷൻ്റെ ഭാഗത്ത്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ VSSCയുടെ ഒക്കെ കാര്യം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന VSSCയിലൊക്കെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കും ചില സമയത്ത്. അപ്പോൾ ഈ പറയുന്ന അപ്രൻറ്റീഷിപ്പ് നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടും പരിഗണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റു ജോലികൾക്കൊക്കെ പോകുമ്പോഴും നിങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കാം. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് നിങ്ങൾ ചെയ്യുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫുഡും അതുപോലെ നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവർ ഏർപ്പാടാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ അക്കോമഡേഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. നിങ്ങൾക്കിവിടെ കാണാം സ്ക്രീനിൽ BA or BTech, അതുപോലെ ഹോട്ടൽ മാനേജ്മെൻറ്റ്, അതുപോലെ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഇതിലേക്ക് നമുക്കിപ്പം 1 വർഷമാണ് ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ. അതിൽ തന്നെ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആയിട്ടാണ് നിങ്ങൾ സെലക്ട് ആകുന്നതെങ്കിൽ നിങ്ങൾക്ക് 90,000, അതായത് BA or BTech അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 90,000 അല്ല 9,000 ആണ് പറഞ്ഞത്, മാറിപ്പോയതാണ്. 9,000 പെർ മന്ത് നിങ്ങൾക്ക് ലഭിക്കുക. ഇനി ടെക്നീഷ്യൻ അപ്രൻറ്റീഷിപ്പ് ആണെങ്കിൽ 8,000 ആണ് പെർ മന്ത്, നിങ്ങൾക്ക് 8,000 ആണ് പെർ മന്ത് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുക. പിന്നെ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. അത് ഡേറ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 8/5/2024 എന്ന് പറയുന്നത് ഈ ഡേറ്റിലാണ് എന്ത് വരുന്നത്, ഇതിൻ്റെ സെലക്ഷൻ ഡ്രൈവ്. ഈ പറയുന്ന 8/5/2024 നമുക്ക് വെന്യൂ തന്നിട്ടുണ്ട്. ഇവിടെ VSSC ഗസ്റ്റ് ഹൗസ് ഇവിടെ കാണാം. ഇവിടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ്, കേരള. ഇവിടെ വെച്ചിട്ടാണ് ഇതിൻ്റെ ആ ഒരു എന്താണ് സെലക്ഷൻ ഡ്രൈവ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതിൻ്റെ ടൈം 9:30 5 PM ഇടയിലാണ് സമയം വരുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് എത്തണം. എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മളെ കയ്യിൽ വേണ്ടത്, എങ്ങനെയാണ് അവിടെ പോയിട്ട് സെലക്ഷൻ ഉണ്ടാകുക എന്നൊക്കെ ഞാൻ പറയാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ആർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക വെച്ചാൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 2020 എന്ന് പറയുന്ന ഈ ഒരു 2020 ഇതിന് മുൻപ് നിങ്ങൾ ഈ പറയുന്ന BA or BTech, അതായത് ഫോർ എക്സാമ്പിൾ 2019, 2018 അങ്ങോട്ട് നിങ്ങൾ BA or BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ അല്ല. ഇനി 2020, 2021, 2022, 2023, 2024 ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും വർഷം നിങ്ങൾ BA or BTech ഡിപ്ലോമയോ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ 2020, 2021, 2022, 2023, 2024 ഈ പറയുന്ന ഏതെങ്കിലും വർഷങ്ങളിലാണ് നിങ്ങൾ BA or BTech അല്ലെങ്കിൽ ഡിപ്ലോമയോ നിങ്ങൾ പൂർത്തിയാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ 2019, 2018, 2017 അങ്ങോട്ടൊന്നും ഡിപ്ലോമയോ BA or BTech കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ പറയുന്ന 2020 മുൻപ് നമ്മളുടെ ഗ്രാജുവേഷനോ ഡിപ്ലോമയോ പൂർത്തിയാക്കിയവരാണെങ്കിൽ നിങ്ങൾ ഇതിൽ എലിജിബിൾ അല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അറിയാത്തവരുണ്ടായാലും ബാക്കിയുള്ളവർക്ക് സീക്ക് ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ അവസാന വർഷം പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഉയർന്ന BA or BTech കഴിഞ്ഞ് നിങ്ങൾ
ME or MTech ചെയ്ത ആളുകളാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾ എലിജിബിൾ അല്ല, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ആർക്കൊക്കെയാണ് ഇതിലേക്ക് ഇപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വെച്ചാൽ ഇതോടെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആൻഡ് പുതുച്ചേരി ഈ പറയുന്ന സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് ഇതിൽ പ്രഥമ മുൻഗണന കൊടുക്കുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് പഠിച്ചവർക്ക് അതുപോലെ ആ സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് പ്രഥമ മുൻഗണന കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് സദേൺ റീജിയൻ്റെ ബോട്ടിൽ അതിൻ്റെ അണ്ടറിലാണ് ഈ പറയുന്ന സെലക്ഷൻ ഡ്രൈവ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മേഖല സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്കാണ് മുൻഗണന ഉണ്ടാകുക. അതർ സ്റ്റേറ്റിലുള്ളവർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഓക്കെ, അവർക്ക് ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർക്ക് വേക്കൻസി കൊടുത്ത് ബാക്കി ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന സദേൺ റീജിയനിലുള്ളവർക്കാണ് മുൻഗണന, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളാണ്. 9,000 പെർ മന്ത്. ഏതൊക്കെയാണ് ഡിസിപ്ലിൻ വിളിച്ചതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം 21 വേക്കൻസിയാണ്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ആണ്. അതായത് BE or BTech നിങ്ങൾക്ക് 4 വർഷം ഡ്യൂറേഷൻ ഉള്ളതോ ഇനി ലാറ്ററൽ എൻട്രിയിലൂടെ കയറിയിട്ട് 3 വർഷം ഡ്യൂറേഷൻ ഉള്ളത് പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിൽ BE or BTech അല്ലെങ്കിൽ ഈ പറയുന്ന 3 വർഷമോ 4 വർഷം ഡ്യൂറേഷനുള്ള BE or BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കണം, മിനിമം 65% മാർക്ക് വേണം. ഇനി നിങ്ങളുടേത് CGPA ആണെങ്കിൽ അത് 6.84 വേണം കേട്ടോ. ഓക്കെ, ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് CGPA നമ്മൾ പെർസെൻറ്റേജ് ആക്കി കൺവേർട്ട് ചെയ്ത് ആ പെർസെൻറ്റേജ് പരിഗണിക്കില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എന്താണോ അത് രണ്ടും ഇവിടെ കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ആണെങ്കിൽ 65% മാർക്ക് മിനിമം വേണം. ഇനി നിങ്ങൾക്ക് CGPA ആണെങ്കിൽ നിങ്ങൾക്ക് 6.84 മിനിമം വേണം. ഓക്കെ, ഇനി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇതുപോലെ 15 വേക്കൻസി ഉണ്ട്. മെറ്റലർജി ആണെങ്കിലും 6 വേക്കൻസി ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 65% അല്ലെങ്കിൽ 6.84 ഈ പറയുന്ന CGPAയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ BE or BTech ഈ പറയുന്ന എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഹോട്ടൽ മാനേജ്മെൻറ്റ് ഒരു കാറ്ററിംഗ് ടെക്നോളജിയാണ്. ഇതിൽ ഫസ്റ്റ് ക്ലാസ് ഡിഗ്രിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ഹോട്ടൽ മാനേജ്മെൻറ്റിലോ കാറ്ററിംഗ് ടെക്നോളജിയിലോ ഉള്ള 4 വർഷം ഡ്യൂറേഷനുള്ള ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് 60% മാർക്ക് മിനിമം വേണമെന്നർത്ഥം. അങ്ങനെയുള്ളവർക്ക് 4 വേക്കൻസിൻ്റെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് ജനറൽ സ്ട്രീം വിളിച്ചിട്ടുണ്ട്. നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. ഇതിലേക്ക് ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 year ഡ്യൂറേഷനുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BA, BCom, BSc നിങ്ങൾക്ക് ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് എഞ്ചിനീയറിംഗ് അല്ലാത്ത ഏത് ഡിഗ്രി ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. നിങ്ങൾ പെർസെൻറ്റേജ് ആണെങ്കിൽ ഇനി ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണെങ്കിൽ അതിൽ 6.32% ആ ഒരു ഗ്രേഡ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിലാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ അത് മെൻഷൻ ചെയ്തത് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിലേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് 3 year ഡ്യൂറേഷനുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമുള്ളവർക്ക് 4 വേക്കൻസി അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 8,000 പെർ മന്താണ് ലഭിക്കുക. അതിൽ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 30 വേക്കൻസി ഉണ്ട്. 3 year ഡ്യൂറേഷനുള്ള നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് 3 year ഡ്യൂറേഷനുള്ള ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ആണ്. ഈ പറയുന്ന ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് തന്നെ 2 കാറ്റഗറിയാണ്. ഒന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഒന്ന് കൊമേഴ്ഷ്യൽ പ്രാക്ടീസും. അതിൽ 19 വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പ്രാക്ടീസിലോ ഈ പറയുന്ന 3 year ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മളൊരു മെയിൻ സബ്ജക്റ്റായിട്ടോ അല്ലെങ്കിൽ ഇലക്റ്റീവായിട്ടോ നമ്മൾ ഷോർട്ട് ഹാൻഡ് ആൻഡ് ടൈപ്പ് റൈറ്റിംഗ് നമ്മൾ ഈ പറയുന്ന കൊമേഴ്ഷ്യൽ പ്രാക്ടീസിൻ്റെ ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചിരിക്കണമെന്നുള്ള കണ്ടീഷനാണ് കേട്ടോ. അത് മെയിനായിട്ടോ അല്ലെങ്കിൽ ഇലക്റ്റീവായിട്ടോ നിങ്ങൾ പഠിച്ചാലും മതി കേട്ടോ. ഓക്കെ, 60% മാർക്ക് വേണം. പെർസെൻറ്റേജ് ആണെങ്കിൽ CGPA ആണെങ്കിൽ 6.32 ആ ഒരു ഗ്രേഡും വേണമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻ. ഇനി ഏജ് ലിമിറ്റ് നമുക്ക് 30/4/2024 എന്ന് പറയുന്ന ഈ ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഈ പറയുന്ന ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിലേക്ക് ജനറലിന് 28, OBC ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC ആണെങ്കിൽ 33, ST ആണെങ്കിൽ 33. അപ്പോൾ നിങ്ങൾക്ക് ഈ SC, ST, OBC ഒക്കെ ഏജ് റിലാക്സേഷനും പോസ്റ്റ് റിസർവേഷനും OBC ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണം. OBC ആണെങ്കിൽ OBC NCL ആണ് വേണ്ടത്, അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ നല്ല ഉണ്ട്. നിങ്ങൾക്ക് കാണാം ജനറൽ തന്നെ 38 ഉണ്ട്, OBC 41, SC 43, ST 43. ഓക്കെ, ഇനി ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ 30, OBC 33, SC 35, ST 35 ഇവിടെ കാണാം, PWDൻ്റെ ഇവിടെ കാണാം. ടെക്നീഷ്യൻ അപ്രന്റീഷിപ്പ് തന്നെ നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് കഴിഞ്ഞവരാണെങ്കിൽ ജനറൽ 26, OBC 29, SC 31, ST 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ക്യാൻറ്റീൻ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ട് ഫെസിലിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട് ഈ ട്രെയിനിങ് പീരീഡ് നിങ്ങൾക്ക് തരുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അക്കോമഡേഷനൊക്കെ നമ്മൾ തന്നെ തയ്യാറാക്കണം എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഈ പറയുന്ന അപേക്ഷകൾക്ക് യാതൊരുവിധ ഫീസോ കാര്യമോ കൊടുക്കേണ്ട. നമ്മൾ ഓൺലൈനായിട്ടോ ഒന്നും ഓഫ്ലൈനായിട്ടും ഒന്നും അപ്ലൈ ചെയ്യാനും നിൽക്കണ്ട.
നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ സെലക്ഷൻ ഡ്രൈവ് 8/5/2024 നടക്കുന്ന സെലക്ഷൻ ഡ്രൈവിൽ നിങ്ങൾ പങ്കെടുക്കുക. ആ സെലക്ഷൻ ഡ്രൈവിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മുടെ അപേക്ഷ നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവർ വെരിഫൈ ചെയ്യും. എന്നിട്ട് നമ്മുടെ അടുത്തുനിന്ന് ഒരു അപേക്ഷ ഫോം നമുക്ക് തരും. അത് ഫില്ല് ചെയ്ത് നമ്മുടെ അപേക്ഷ അവിടെ വാങ്ങി വെക്കും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പം വീണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക, ഓഫ്ലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട, ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട. നിങ്ങൾ എലിജിബിൾ ആണോ, നിങ്ങൾ എന്ത് ചെയ്യുക, 8/5/2024 ആ മുകളിൽ പറഞ്ഞിരിക്കുന്ന, നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ആ വെന്യൂവിൽ നിങ്ങൾ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSCയിൽ പോവുക. നിശ്ചിതമായിട്ടുള്ള ആ ഒരു സെൻറ്ററിൽ പോവുക. എവിടെയാണ് വെക്കുന്നത് വെച്ചാൽ അവിടെ പോവുക. അവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ടാണ് പോകേണ്ടത്. ഓക്കെ, എല്ലാ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അപേക്ഷാ ഫോം തരും. അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, യാതൊരു ഫീയോ കാര്യങ്ങളൊന്നുമില്ല. അതിന് മുൻപ് നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാറ്റ്സിൻ്റെ പുതിയ വെബ്സൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. നാറ്റ്സിൻ്റെ പുതിയ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊരു 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. ഓക്കെ, ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ രജിസ്ട്രേഷൻ നമ്പർ എന്ത് ചെയ്യണം, നിങ്ങൾ കൊണ്ടുപോകണം. നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങളുടെ ആ പ്രൊഫൈൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രിൻ്റ് എടുക്കുക. ആ പ്രിൻ്റ് എടുത്തിട്ട് അതും നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഇത് നമ്മൾ വാക്ക് ഇൻ സെലക്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സെലക്ഷൻ ഡ്രൈവിന് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പറയുന്ന 8/5/2024 അവിടെ പങ്കെടുക്കുന്നതിന് മുൻപ് നാറ്റ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഓൾറെഡി രജിസ്റ്റർ ചെയ്തതാണെങ്കിൽ നിങ്ങളുടെ ആ നമ്പർ കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് കൊണ്ടുപോവുക. ഇനി രജിസ്റ്റർ ചെയ്യാത്തതാണെങ്കിൽ നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുക. അതിന് ലിങ്കൊക്കെ ഞാൻ കാണിക്കുക എവിടെയാണെന്നുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 8/5/2024 നിശ്ചിതമായിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. ബാക്കി എല്ലാത്തിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പി, അതായത് നമ്മുടെ ഒന്നെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ വെച്ചിട്ട് നിങ്ങൾക്ക് പോകാം. അതുപോലെ കൺസോൾട്ടേറ്റഡ് മാർക്ക് ഷീറ്റ്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി SSLC സർട്ടിഫിക്കറ്റ്, ഇനിയിപ്പോൾ SC/ST OBC ഒക്കെ ആണെങ്കിൽ അവരുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഒറിജിനൽ ഉണ്ടാവണം, ഫോട്ടോസ്റ്റാറ്റ് ഉണ്ടായിരുന്നു. ഫോട്ടോസ്റ്റാറ്റ് നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിൽ വേണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നിങ്ങളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, ഇനി PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ആവശ്യമായുള്ള അവരുടെ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ വേണം കേട്ടോ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ വേണം. ഓക്കെ, അതുമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന സെലക്ഷൻ ഡ്രൈവിന് പോകേണ്ടത്. അപ്പോൾ ഇവിടെ സെലക്ഷൻ ഡ്രൈവിന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവരെന്ത് ചെയ്യും, ഒന്ന് ചെക്ക് ചെയ്യും. അതെല്ലാം നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്കൊരു അപേക്ഷാ ഫോം അവിടെ നിന്ന് തരും. ആ അപേക്ഷാ ഫോം നമ്മൾ എന്ത് ചെയ്യണം, ആ സമയത്ത് തന്നെ അപ്പം തന്നെ നമ്മൾ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്യുകയും നമ്മൾ ഈ കൊണ്ടുപോയിട്ടുള്ള നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോ കോപ്പി അതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ ആ സെലക്ഷൻ ഡ്രൈവിൻ്റെ സമയത്ത് VSSC ഓഫീഷ്യൽസിന് നമ്മൾ എന്ത് ചെയ്യണം, അത് കൈമാറണം. അതാണ് ഇതിൻ്റെ ആ ഒരു എന്താണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് അവർ എന്ത് ചെയ്യും, അപേക്ഷാ ഫോം തരും. അത് നമ്മൾ അവിടെ തന്നെ ഫില്ല് ചെയ്യുക. നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത ഫോട്ടോസ്റ്റാറ്റ് ആയിട്ടുള്ള നമ്മുടെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെച്ച് അവിടെ തന്നെ VSSCയുടെ ഓഫീസേഴ്സിന് നമ്മൾ എന്ത് ചെയ്യുക, അത് അവിടെ തന്നെ നമ്മൾ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. ഇത്രയും കാര്യങ്ങളാണ്. ഇനി സെലക്ഷൻ പ്രോസസ്സ് എന്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വെച്ചാൽ നമുക്ക് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഇപ്പം ഡിപ്ലോമ, BA or BTech ഇങ്ങനെയുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിനൊക്കെ അടിസ്ഥാനമാക്കിയായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന സെലക്ഷൻ ഉണ്ടാകുക കേട്ടോ. അപ്പോൾ നമുക്ക് അക്കാദമിക്കലി നമ്മൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തവരാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഉണ്ടാകുന്ന അതിലേക്കുള്ള സെലക്ഷൻ. വേറെ റിട്ടൺ എക്സാമിനേഷനോ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. ഇനി വേണമെങ്കിൽ അവർക്കത് ഉദ്യോഗാർത്ഥിയുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ച് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞ ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് നിങ്ങൾ ഇവിടേക്കായിരിക്കും വരിക. നിങ്ങൾക്ക് ആ VSSC അപ്രന്റീസ്ഷിപ്പ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇവിടേക്ക് ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. താഴോട്ട് ഇങ്ങനെ നീക്കാം. പെട്ടെന്ന് നിങ്ങൾക്ക് താഴോട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് സെലക്ഷൻ പ്രോസസ്സ് എന്ന് കാണാം. ഓക്കെ, അതോടെ ടേബിൾ കണ്ടന്റിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് പറഞ്ഞിട്ട് കാണാം. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നോട്ടിഫിക്കേഷൻ കാണാം. ഇവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. നാറ്റ്സിൻ്റെ അപ്പോൾ നാറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്തോ സൈറ്റിന് എന്തോ പ്രശ്നമുണ്ട്, നമുക്ക് ഓപ്പൺ ആവുന്നില്ല. അത് ഓപ്പൺ ആവട്ടോ, എന്തോ സെർവർ പ്രശ്നമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, 8/5/2024 നമ്മൾ ഈ പറയുന്ന വെന്യൂവിൽ പോവുക. ഏത് വെന്യൂ ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ, നമ്മൾ ജസ്റ്റ് കാണിച്ചാണത്. ഇതാണ് വെന്യൂ. ഇവിടെ നമ്മൾ പോവുക. ഓക്കെ, നമ്മൾ ഡയറക്റ്റായിട്ട് അവിടെ ആ സമയത്ത് 8/5/2024 9:30 മണിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ചെല്ലുക. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടും. SC/ST OBC സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറാകുന്ന കാസ്റ്റ്, എസ്പെഷ്യലി നമ്മുടെ റെയിൽവേയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം. സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് മാക്സിമം നിങ്ങളുടെ കൂടുതലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക് യു.